നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മളൊരു 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബജിയുടെ റെസിപ്പിയാണ്, ചില്ലി ബജി. അപ്പം മുളക് വെച്ചിട്ട് ഇത് ഇച്ചിരി വലിപ്പമുള്ള മുളകാണ് എനിക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ എടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് 2 പീസായിട്ടോ 4 പീസായിട്ടോ ഒക്കെ കട്ട് ചെയ്ത് എടുക്കാം. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുളകാണ്. അപ്പോൾ ഇതിന് അധികം എരിയൊന്നും കാണത്തില്ല. ചില മുഴുവനായിട്ടാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ചെറിയ ഒരു വശത്ത് ചെറിയ കീറൽ കൊടുത്തിട്ട് അതിനകത്തെ നമ്മൾക്ക് അരിയെല്ലാം എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ അരിയും നാരും എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മുളകെടുത്തിട്ട് ഇതുപോലെ നെടുകെ കീറി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് വലിപ്പമുള്ള മുളക് ആയിരുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പിന്നെയും ചെറുതാക്കാം, 4 പീസാക്കി എടുക്കാം. ഈ ഒരു മുളകിനെ ഞാനിവിടെ 2 പീസാക്കിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നാരും അരിയെല്ലാം ഇതുപോലെ കളഞ്ഞെടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ മുളകും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓരോ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനായിട്ട് ഫ്രൈ ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ബജിയൊക്കെ ഉണ്ടാക്കാൻ സാധാരണ കടലമാവാണ് എടുക്കാറ്. അപ്പോൾ കടലമാവ് ഒരു 1.5 കപ്പ് കടലമാവ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ ഇടാം. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, അധികം എരിവില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടിയാണ്. അപ്പം കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ, ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ മാവ് കൂടുതൽ ലൂസായി പോയാൽ നമ്മുടെ മുളകേൽ അത് നല്ലപോലെ കോട്ടിങ് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമുക്കൊരു ക്രിസ്പിനെസ് കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ബേക്കിംഗ് സോഡ വരുന്നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതിന് ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരു മാവ് പൊതിഞ്ഞൊരു നല്ലൊരു സൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ നല്ലപോലെ പൊതിഞ്ഞ് നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടെ കൊടുത്താൽ നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉള്ള ബജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മുടെ മാവ് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ കീറി വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ മുഴുവനായിട്ടുള്ള ഒരു മുളക് എടുത്ത് ഇതിനകത്തോട്ട് ബാറ്ററിനകത്തോട്ട് മുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ വശത്തും നല്ലപോലെ ഒരുപോലെ കോട്ടിങ് ആകത്തക്ക രീതിയിൽ ഇത് മുക്കിയെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ മുളകും ഇതുപോലെ വറുത്തെടുക്കുക. നമ്മൾ വലിയ മുളക് അതുപോലെ തന്നെ ഇട്ടേക്കുവാണ്, അതാണ് ഇത്ര വലുപ്പത്തിൽ ഇരിക്കുന്നത്. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് നമുക്കിടാം. അപ്പം തിന്നായിട്ട് നമുക്ക് ഒരു നീണ്ട ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ചിലത് 2 പീസായിട്ട് ഇട്ടതാണ് മുക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതൊരു ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചിലർ മുളകിനകത്ത് ഫില്ലിങ്സ് വെച്ച് ബജി ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിവിടെ ഫില്ലിങ്സ് ഒന്നും ചെയ്യാതെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് തിന്നായിട്ടിരിക്കുന്നത് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ മുളക് ഇതുപോലെ തിന്നായിട്ട് കിട്ടിയത്. അപ്പം നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ബജി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒന്നാണ്. അപ്പം ഇതിന് പകരം മുളകിന് പകരം നമുക്ക് ഏത്തക്ക വെച്ചിട്ടും ചെയ്യാവുന്ന, പച്ചക്ക വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.